പിന്നീട് അങ്ങോട്ട് നമ്മൾ ഓരോന്നും പരിശോധിച്ച് ആ ചട്ടിക്കുട്ടിക്ക് 2 മക്കളാണ് തന്നെ. അതിലൊന്നും ഈരനാണ്, അത് മരിച്ചു. ഇന്ന് സഹോദരി ഇല്ലായിരുന്നത് 1.5 വർഷം കുടുംബം തന്നെ കഴിഞ്ഞു. പിന്നീട് വീട്ടിലുണ്ടായിരുന്ന ഉമ്മാനെ സഹായിക്കാനായിരുന്നു 5. അത് കഴിഞ്ഞ് ഉമ്മാനെ എനിക്ക് തോന്നുന്നു 2000 കൂടിയിട്ട് അവർ മരിച്ചു. ഉമ്മാന്റെ അവസാന കാലത്ത് ഉമ്മാനെ നോക്കിയിരുന്നത് കുറ്റിപ്പിടിച്ച ശേഷം, ഉമ്മ മരിച്ചതിന് ശേഷം ഉമ്മാന്റെ കഴിവുമുണ്ട് അവര് തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. അവരും എനിക്കൊരു 3 വർഷം മുമ്പ് മരണപ്പെട്ടു. അപ്പൊ ഞാനിതൊക്കെ പറയുന്നതിന് കാരണം തലമുറകളായി ഞങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വാപ്പാന്റെ ഏറ്റവും അടുത്ത എഴുത്തുകാരും ബാക്കിയുള്ളതും ഒക്കെ അവന്റെ എല്ലാ സാഹസിക കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവരെ മരിക്കുന്നവര് വെള്ളിപ്പാന്റെ പരിശോധിച്ച ഇപ്പൊ ഞങ്ങൾ ഈ തലമുറയെ വളരെയാണ് തുടർന്നു വരുന്നത്. ഒരുത്തന്റെ മുഖത്ത് നോക്കി വർഗീയവാദി എന്ന് പറയുമ്പോ ഇതൊക്കെ ഇവിടെ ഒന്ന് പറയുമ്പോൾ ഒട്ടനവധി പ്രയാസമില്ല. ഒരു അടിസ്ഥാനവുമില്ലാതെ 5 നേരം നമസ്കരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നമസ്കരിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുള്ളൂ. അത് ഇസ്ലാമിനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇസ്ലാമിൽ ഒരു അന്യ മതസ്ഥാപനങ്ങൾക്ക് നേരെ നിങ്ങൾ നെറ്റിച്ചുടിച്ച് നോക്കുന്നത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നല്ലൊരു അമ്പലമുണ്ട്, നല്ല കുത്തുപണിയും നല്ല വിശാലമായ സൗന്ദര്യമുള്ള ഒരു അമ്പലം കാണുമ്പോൾ ഒരു മുസ്ലിം എന്താണ് ഒരു ഈർഷ്യതയോടുകൂടി ഒരു ഇഷ്ടത്തോടുകൂടി നോക്കാൻ പാടില്ല. നീങ്ങി പുറത്താ ഇസ്ലാം. ഇതാദ്യം പഠിക്കണം. മതത്തിൽ ഒരു നിർബന്ധമില്ല. ഒരാളെ കണ്ടിട്ട് നമുക്ക് കിട്ടാൻ പറ്റും. നമുക്ക് പറയാം, അത്രയേ ഉള്ളൂ. ഒരു ക്രൈസ്തവ ദേവാലയം നല്ല രീതിയിൽ രക്ഷകരാണ്. അപ്പൊ അത് കാണുന്ന മുസൽമാനൊരു അപ്പോ ഏതായാലും ഞാൻ എന്റെ നിലപാടുകളൊക്കെ പറയുന്നു. ഞാൻ നിരവധി 70 തവണ സർക്കാർ പരിപാടികളിൽ പ്രവർത്തന ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാനുണ്ടായ കാരണം ഈ സദസ്സുകളിൽ നമ്മൾ ചെല്ലുന്ന ചില സമയത്ത് വളരെ പ്രായമായിട്ട് വളരുന്നു. അല്ല, അവസാനമായി പട്ടേമാലയിൽ മഞ്ചേരിയിലെ ചിരന്തമന്ത്രിമാരുള്ള സമയത്ത് ബഹുമാനപ്പെട്ട മന്ത്രിമാർ MLA അവിടെ ഈ മുട്ട് അല്ലെങ്കിൽ ഒരു കാല് പാദം തൊട്ട് അര വരെ പ്രാർത്ഥനത്തിന് വേണ്ടി ആ സദസ്സിന്റെ മുന്നിൽ ഈശ്വരപ്രാർത്ഥന എല്ലാവരും എല്ലാവരും അദ്ദേഹം ഒരു 5 മിനിറ്റ് ആ കാലിനെ പിടിച്ച് നിൽക്കുന്നതിന്റെ കണ്ണുകൊണ്ടാണ്. അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ഞാൻ നിയമസഭയിൽ എഴുതി കൊടുത്തു. നമ്മളൊക്കെ വിശ്വാസികളാണ്, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്നവരും അല്ലാത്തവരും വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ സർക്കാരിന്റെ പൊതുപരിപാടിയുണ്ട്. അതോടൊപ്പം ഈ ഒരു 5 മിനിറ്റ് തന്നെ പോകും. ഇതൊക്കെ പണ്ട് തുടർന്നു പോരുന്ന ഒരു സംവിധാനമാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഈ സർക്കാർ ചടങ്ങുകളിൽ ഒരു പ്രാർത്ഥനയും ഉണ്ടാവുക എന്നാണ്. കാരണം നിലപാട് പറഞ്ഞു പോവാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പറഞ്ഞു വിളിച്ചു 1 മിനിറ്റ് 1.5 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പാടുക. സത്യത്തിൽ ഇതിൽ സാമുദായിക നേതാക്കന്മാർ ഇടപെടേണ്ട വിഷയം ഒരു ഒറ്റ സമയത്ത് ബാങ്കിന്റെ കാര്യത്തിലെങ്കിലും അല്ലാത്തവരൊക്കെ ഒന്നും ഒരുമിച്ചിട്ട്
സമയത്ത് അതാക്കാനൊരു പരിശ്രമം, അതിനൊരു ആലോചന ആ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ആദരണീയരായ എല്ലാ സാമുദായിക നേതാക്കളും വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുക. നമ്മൾ പറഞ്ഞു വന്നത് കാളിക്കുട്ടിയിലാണ്. അപ്പൊ എന്റെ വല്യമ്മ, എന്റെ മലപുഴ വല്യമ്മ ഈ പറയുന്ന മരിച്ചുപോയ കാളിക്കുട്ടി തന്നെയാണ്. അത് കഴിഞ്ഞു മറ്റു കുറച്ച് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. പിന്നെ ക്രൈസ്തവരുമായിട്ടുള്ള ബന്ധം, ഈ സാധനക്കാരെയൊക്കെ നിരന്തരമായിട്ട് ഈ വലിയ രക്ഷപ്പെടുന്നതാണ് ഇപ്പോഴും ചർച്ചകൊണ്ടിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയില്ലാതെ കാണുന്നില്ല. ഈ നാട് പൊട്ടിച്ചോറാക്കാൻ കഴിഞ്ഞ 4-5 വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ? ഈ വലിയ വിദ്വേഷം കുത്തിവെച്ചാൽ കുത്തിവെക്കുന്നവരാണ് എതിരാളികളാണ്, രണ്ടിൽ വാങ്ങുകയാണ്, പണമുണ്ടാക്കില്ല എന്ന ഒറ്റ ഉദ്ദേശം. അതിന് തടയിടാൻ നടത്തിയ പരിശ്രമമാണ് ഇപ്പൊ നമ്മൾ ഇതിലെത്തിയില്ല. ഇപ്പൊ ഞാൻ 6ാം ക്ലാസ് വരെ പഠിക്കുന്നതല്ല, പിന്നെ ഇടവണ്ണ പാല എന്റെ മൂത്ത പതിനാല് ഇത് ഈ 14 സിസ്റ്റേഴ്സ് ഉണ്ട്. മൂത്തൊക്കെ സിസ്റ്റേഴ്സ്. 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒതായി സ്കൂളില്ല, 3 കിലോമീറ്റർ നടന്ന് പുഴ കടന്ന് എല്ലാവരും സ്കൂളിൽ പോകണം. അപ്പൊ 7ാം ക്ലാസ്സോടെ കോഴിക്കോട് മലയാളം ഞങ്ങളുടെ വീടുണ്ട്. ആ വീടിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വാപ്പ അത് വാങ്ങിക്കുന്ന വീടാണ്. പിന്നെ അവിടെയാണ് ഡിഗ്രി കഴിയുന്നത്. അങ്ങനെ എന്നെ ആളുകളുള്ളൂ, എല്ലാവരും 7ാം ക്ലാസ്സിനാണ്. എന്റെ 4-5 സിസ്റ്റേഴ്സ് പഠിക്കുന്നത് കോഴിക്കോട് പ്രോവിൻസ് കോളേജ്. ഇത് 3 ചേർന്നത്